ആർദ്രേ, ആ മോളെ വേഗം താഴേക്ക് വാ. ഞങ്ങളിവിടെ താഴെ ഉണ്ട് കേട്ടോ. ഇന്ന് വേഗം ചെല്ലണം, നല്ല തിരക്കായിരിക്കും. ഈസ്റ്റർ കുർബാനയല്ലേ. ചേട്ടാ, ഞാൻ മേഘയാ. ചേട്ടാ, ഞങ്ങൾ ഇന്ന് വരുന്നില്ല. ചേട്ടൻ പൊയ്ക്കോ. അതെന്നാ പറ്റി? ഒന്നുമില്ല ഏട്ടാ. ആ ഓക്കെ എന്നാ. എടി, അവര് വരുന്നില്ല എന്നാ പറയണേ. എന്നാ ചെയ്യണേ? അയ്യോ, ഇന്നലെ വിളിച്ചപ്പം വരുന്നാണല്ലോ പറഞ്ഞേ. എന്ത് പറ്റിയാവോ? ആ എന്താന്നറിയില്ല. പോയാലെന്നോ? ഏയ്, നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം. എന്നാലും എന്ത് പറ്റിയതാണാവോ? ചെല്ലുമ്പോ അറിയാം എന്താ കാര്യം എന്നുള്ളത്. 35 പറഞ്ഞേ? അതെ അതെ. അതേ, അതാണ്. അവരായിരിക്കും. എന്ത് പറ്റി വരാത്തെ? ഒന്നുമില്ല ചേച്ചി. അവള് ആർദ്ര എന്തേടി? അകത്തുണ്ട്. നീ എന്താടി കിടക്കുന്നേ? അവൾക്ക് തലവേദന ചേച്ചി. എടി, എന്ത് പറ്റി? ചേച്ചി, അവളുടെ OET റിസൾട്ട് വന്നു. ഇപ്രാവശ്യം അവൾക്ക് കിട്ടിയില്ല. ഇതാണോ ഈസ്റ്റർ ആയിട്ട് പള്ളി പോവാത്തതിന്റെ കാരണം? ബെസ്റ്റ്. ഞാനിത് 4ാമത്തെ തവണ ചേച്ചി OET എഴുതുന്നേ. ഇത്തവണയും കിട്ടിയില്ല. ഞാൻ എന്തോരം പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്താന്നറിയോ? വീട്ടിലറിഞ്ഞാൽ ഇതിലും വലിയ പ്രശ്നമായി തീരുകയും ചെയ്യും. ഞാൻ മടുത്തു ചേച്ചി, ശരിക്കും ഞാൻ മടുത്തു. ചേച്ചി, ശരിക്കും ഞാൻ പേടിച്ചു പോയി ചേച്ചി. സത്യം പറഞ്ഞാൽ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഇവള് കുറേ ഗുളികയും കൈപിടിച്ചിരിക്കുമായിരുന്നു. എനിക്ക് എന്നെ ചെയ്യേണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് ഞാൻ ഗുളികയെല്ലാം കൈപിടിച്ച് വാങ്ങിച്ചു. നിനക്കൊക്കെ നാണമുണ്ടോ ക്രിസ്ത്യാനിയൊന്നും പറഞ്ഞുകൊണ്ട് നടക്കാനായിട്ട്? ഇത്രയും ചെറിയ കാര്യത്തിനാണോ ഇങ്ങനെ വിഷമിച്ചിരിക്കണത്? എൻ്റെ പൊന്ന ആർദ്രേ, ഇതൊക്കെയാണോ വിഷമിച്ചിരിക്കാനും മരിക്കാനും നല്ലൊരു ഈസ്റ്റർ ആയിട്ട് പള്ളി പോകാതിരിക്കാനുള്ള കാരണം? ഇനി നീ OET പാസ്സായി തന്നെ വിചാരിക്കും. കാനഡയിലോ UK എവിടെയെങ്കിലും ജോലി കിട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ. അവിടെ ചെന്ന് നീ ആഗ്രഹിച്ച പോലെ നല്ലൊരു ലൈഫ് കിട്ടിയില്ലെങ്കിൽ അപ്പോഴും നീ മരിക്കാൻ നോക്കുമോ? ഇതാണോ ലൈഫ്? കൊച്ചേ, ഞാനിനി ഒരു കാര്യം പറയട്ടെ. 2 വർഷം മുമ്പുള്ള ഈസ്റ്ററിന് ഞാൻ ഇവിടുത്തെ ജയിലിലായിരുന്നു. അതും ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ കിടക്കേണ്ടി വന്ന എൻ്റെ അവസ്ഥ. അതുപോലെ കഴിഞ്ഞ വർഷം എൻ്റെ പ്രിയപ്പെട്ട അപ്പൻ എന്നെ വിട്ടുപോയി. അതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഞാൻ പള്ളി പോകാതിരുന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നറിയാമോ? മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്നിൽ ഇന്നും ജീവിക്കുന്നുണ്ടെന്നുള്ള ആ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. കൊച്ചേ, ആ ക്രിസ്തുവിനെ ആഘോഷിക്കുന്ന നമുക്ക് ഈ ഭൂമിയിലുള്ള ഒന്നിനും നമ്മുടെ സന്തോഷങ്ങളെയും പ്രതീക്ഷകളെയും ഒന്നും തകർക്കാൻ പറ്റത്തില്ല. ഇനിയൊരു കാര്യം പറയട്ടെ. ക്രിസ്തുവിനെ സംസ്കരിച്ച കല്ലറയിൽ മറിയം ചെല്ലുമ്പോൾ കാവൽ മാലാഖ എന്താ പറഞ്ഞെന്നറിയോ? അവനിവിടെ ഇല്ല എന്ന്. അതായത് എല്ലാ സഹനങ്ങളും പീഡകളും സഹിച്ച് എല്ലാത്തിനെയും മറികടന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന്. അപ്പോൾ കുറച്ചു മുമ്പ് നിൻ്റെ കയ്യിൽ ഉറക്കഗുളിക എടുത്തു തന്ന സാത്താൻ നിൻ്റെ അടുത്ത് വരും, നിനക്കെന്താ പറ്റിയെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിൻ്റെ കാവൽ മാലാഖയ്ക്ക് പറയാൻ പറ്റണം അവളിവിടെ ഇല്ല എന്നും. ഷീസ് റൈസൻ. അതുകൊണ്ട് എഴുന്നേക്ക്, നമുക്ക് പള്ളിയിൽ പോവാം. കർത്താവേ, എല്ലാം ഉള്ളപ്പോഴും ഒന്നുമില്ലാത്തപ്പോഴും അങ്ങയോടൊപ്പം ഉത്ഥാനത്തിൻ്റെ മഹത്വത്തിൽ ജീവിക്കാൻ അവിടുത്തെ ഉയർപ്പിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഹീ ഈസ് റൈസൻ. ഹാപ്പി ഈസ്റ്റർ.